നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചരിത്രപ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ അശ്വതി കാവുതീണ്ടലിന് ആയിരങ്ങൾ കുരുമ്പക്കാവിലെത്തി. മതിലകത്ത് ഓട്ടോറിക്ഷ കത്തിനശിച്ചു. പ്രസിദ്ധമായ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് ഏപ്രിൽ 23 തുടക്കമാകും. വാർത്തകൾ വിശദമായി. ചരിത്രപ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ അശ്വതി കാവുതീണ്ടലിന് ആയിരങ്ങൾ കുരുമ്പക്കാവിലെത്തി. ചിലമ്പൊലിയും അരമണിക്കിലുക്കവും മുളന്തണ്ടിന്റെ ഈണവും തന്നാരംപാട്ടുകളും ദേവീസ്തുതിഗീതങ്ങളും ഇടകലർന്ന അസാധാരണ അന്തരീക്ഷത്തിലായിരുന്നു കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പക്കാവും പരിസരവും. ചരിത്രപ്രസിദ്ധമായ ഭരണിക്കായി പള്ളിവാളേന്തിയ കോമരങ്ങളുടെ നേതൃത്വത്തിൽ ഭക്തസംഘങ്ങൾ ക്ഷേത്രസന്നിധിയിൽ എത്തി. വ്യാഴാഴ്ച രാവിലെ 11-ന് ക്ഷേത്രനട അടച്ചതോടെ കാവുതീണ്ടലിന് മുന്നോടിയായുള്ള തൃച്ചന്ദന ചാർത്ത് പൂജ നടന്നു. കാളി ദാരിക യുദ്ധത്തിൽ ദാരികവധത്തിന് ശേഷം മുറിവേറ്റ ദേവിക്ക് നടത്തുന്ന ചികിത്സാവിധിയാണ് തൃച്ചന്ദന ചാർത്ത് എന്നാണ് വിശ്വാസം. പ്രത്യേകം പൂജാവിധികൾ കൈവശപ്പെടുത്തിയ 3 അടികൾമാർ കൊടുങ്ങല്ലൂരമ്മയുടെ ദാസനും വലിയ തമ്പുരാനുമായ കൊടുങ്ങല്ലൂർ ഗോദവർമ്മരാജയുടെ അനുമതിയോടെ അടച്ചിട്ട ശ്രീകോവിലിൽ നടത്തിയ പൂജാകർമ്മങ്ങൾക്ക് ശേഷം വൈകിട്ട് 4-ഓടെ കാവുതീണ്ടൽ ചടങ്ങ് നടന്നു. 3.5 മണിക്കൂറോളം നീണ്ട തൃച്ചന്ദന ചാർത്ത് പൂജകൾക്ക് ശേഷം അടികൾമാർ പുറത്തേക്ക് വന്നപ്പോൾ കിഴക്കേ നടയിലെ നിലപാട് തറയിൽ സർവാഭരണഭൂഷിതനായി അധികാരദണ്ഡുമായി എഴുന്നള്ളിയ വലിയ തമ്പുരാന്റെ അനുമതിയോടെ കോയ്മ ചുവന്ന പട്ടുകുട നിവർത്തി. തുടർന്ന് ദേവിയുടെ വിശ്വങ്കരൻ പാലയ്ക്കൽ വേലൻ ദേവിദാസൻ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയുടെ ഭിത്തിയിൽ ദണ്ടുകൊണ്ട് ആഞ്ഞടിച്ച് ആദ്യം കാവുതീണ്ടി. ഇതോടെ ക്ഷേത്രത്തിനു ചുറ്റുമുള്ള അവകാശ തറകളിൽ അപൂർവ നിമിഷത്തിനായി കാത്തുനിന്ന ജനസഹസ്രങ്ങൾ ചാടിയിറങ്ങി ക്ഷേത്രത്തിനു ചുറ്റും ഓടി കയ്യിലെ മുളം തണ്ടുകൊണ്ട് ചെമ്പോലമേഞ്ഞ മേൽക്കൂരയിൽ അടിച്ച് കാവ് തീണ്ടി. മതിലകം എമ്മാട് ഓട്ടോറിക്ഷ കത്തിനശിച്ചു. എമ്മാട് സുബ്രഹ്മണ്യം കോവിലിന് സമീപം കാക്കശ്ശേരി ഷംസുദ്ദീന്റെ ഓട്ടോറിക്ഷയാണ് വ്യാഴാഴ്ച പുലർച്ചെ 4 മണിയോടെ കത്തിനശിച്ചത്. എമ്മാട് പുന്നക്കത്തറ സുബ്രഹ്മണ്യന്റെ വീടിന് മുന്നിലാണ് ഓട്ടോറിക്ഷ നിർത്തിയിട്ടിരുന്നത്. ഓട്ടോറിക്ഷ കത്തുന്നത് കണ്ട് അയൽവാസികളെത്തി തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പൂർണ്ണമായും ഓട്ടോ കത്തിനശിച്ചു. സാമൂഹിക വിരുദ്ധർ കത്തിച്ചതാണെന്നും സംശയമുണ്ട്. ഏതാനും മാസം മുൻപ് ഇയാളുടെ ഓട്ടോറിക്ഷയുടെ ടയർ ഊരിമാറ്റി കുളത്തിൽ എറിഞ്ഞിരുന്നു. സംഭവമറിഞ്ഞ് മതിലകം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കയ്പമംഗലം സെന്റ് ജോസഫ് ദേവാലയത്തിലെ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ ഊട്ടുതിരുനാളിന് വെള്ളിയാഴ്ച കൊടിയേറും. വൈകിട്ട് 5:15-ന് ഫാദർ ലാസർ കുറ്റിക്കാടൻ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. തുടർന്ന് തിരുനാൾ ദിനം വരെ വൈകിട്ട് 5:30-ന് ലതീഞ്ഞ്, നൊവേന, ആഘോഷകരമായ പാട്ടുകുർബാന എന്നിവയും ഏപ്രിൽ 21-ന് ഊട്ടുതിരുനാളും നടക്കും. ചാമക്കാല ദാറുർ റഹ്മത്ത് മദ്രസ 50-ാം വാർഷിക മഹാസമ്മേളനവും ദിക്ർ വാർഷികവും ഏപ്രിൽ 12, 13, 14, 15 തീയതികളിൽ നടക്കും.
12 രാവിലെ 9 മദ്രസ പ്രസിഡന്റ് PB മുഹമ്മദ് ഹാജി പതാക ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും. ജുമുഅ നമസ്കാരത്തിന് ശേഷം നടക്കുന്ന കൂട്ടസിയാറത്തിന് SNK തങ്ങൾ നേതൃത്വം നൽകും. വൈകിട്ട് 6:30 നടക്കുന്ന സമ്മേളനം CKM സ്വാദിഖ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. ബഷീർ ഫൈസി ദേശമംഗലം എന്നിവർ പങ്കെടുക്കും. 13 ശനിയാഴ്ച രാവിലെ 9 നടക്കുന്ന കുടുംബ സംഗമത്തിൽ അബ്ദുൽ ഖാദർ മാസ്റ്റർ, അബ്ദുൽ നാസർ ലത്വീഫി എന്നിവർ ക്ലാസ് എടുക്കും. വൈകിട്ട് 6:30 മതസൗഹാർദ്ദ സമ്മേളനം SNK തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. അൻവർ മുഹിയുദ്ദീൻ ഹുദവി, ബാബു ശാന്തി, ഫാദർ ഡേവിസ് ചിറമൽ എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തും. 14 ഞായറാഴ്ച രാവിലെ 9 നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം ബാദുഷാ അൻവരി ഉദ്ഘാടനം ചെയ്യും. അഹമ്മദ് ഫൈസി അൽവാഫി കക്കാട് ക്ലാസ് എടുക്കും. വൈകിട്ട് 6:30 നടക്കുന്ന സമാപന സമ്മേളനം പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മുഹമ്മദ് ഫൈസി ഓണംപിള്ളി മുഖ്യ പ്രഭാഷണം നടത്തും. തൊഴിയൂർ കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ മുഖ്യ അതിഥിയായിരിക്കും. 15 തിങ്കളാഴ്ച രാവിലെ 11 മുതൽ അന്നദാനം നടക്കും. വൈകിട്ട് 6:30 നടക്കുന്ന ദിക്കർ ദുവാ സമ്മേളനം അബ്ദുൽ നാസർ ലത്വീഫി ഉദ്ഘാടനം ചെയ്യും. അബ്ദുസമ്മദ് പൂക്കോട്ടൂർ മുഖ്യ പ്രഭാഷണം നടത്തും. പാണക്കാട് അബ്ദുൽ നാസർ ഹൈ ഷിഹാബുദ്ദീൻ തങ്ങൾ ദുവാക്ക് നേതൃത്വം നൽകും. എടമുട്ടം ആൽഫ പെയിൻ ക്ലിനിക്കിന്റെ കയ്പമംഗലം പഞ്ചായത്ത് തല കേന്ദ്രം വെള്ളിയാഴ്ച കാളമുറിയിൽ പ്രവർത്തനം ആരംഭിക്കും. കാളമുറി നോബിൾ പാലസിൽ വെച്ച് കൃഷി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി KP മോഹനൻ ഉദ്ഘാടനം നിർവഹിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷയാകും. KP ധനപാലൻ MP, കൊടുങ്ങല്ലൂർ CI M സുരേന്ദ്രൻ, ആൽഫ ചെയർമാൻ KM നൂറുദ്ദീൻ, സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് അംഗം യൂജിൻ മൊറോലി, ഹഫ്സ ഒഫൂർ, KS സുരേഷ്, അനിത ബാബു, VR ഉല്ലാസ്, PK റാസിക് എന്നിവർ സംസാരിക്കും. മണപ്പുറം ഫൗണ്ടേഷന്റെ ജനരക്ഷ മണപ്പുറം പദ്ധതിയുടെ ഭാഗമായി സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ഗുണഭോക്താക്കൾക്കുള്ള ചെക്ക് വിതരണം എടത്തിരുത്തിയിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾ മിക്കതും പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന വ്യത്യാസമില്ലാതെ ആ പദ്ധതികളൊക്കെ നടപ്പാക്കുന്നു. ചെറിയൊരു രോഗം വന്നാൽ പോലും നമ്മൾക്ക് താങ്ങാൻ പറ്റാത്ത മരുന്നിന്റെ ചികിത്സയ്ക്ക് വേണ്ടുന്ന ധനം വളരെയേറെയാണ്. ആളും അർത്ഥവും നഷ്ടമാകുന്ന തരത്തിലാണ് ഇന്നത്തെ രോഗങ്ങൾക്കുള്ള ചികിത്സ നേടുമ്പോൾ കുടുംബം പോലും വീട്ടിൽ ചികിത്സിച്ചാലും രോഗം മാറാത്ത മാരക രോഗങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ചികിത്സാ സഹായത്തിനൊക്കെ ഫൗണ്ടേഷൻ എത്ര പേർക്കാണ് നൽകുന്നത് എന്ന് നമുക്ക്. ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് അധ്യക്ഷനായി. മണപ്പുറം ഗ്രൂപ്പ് MD VP നന്ദകുമാർ, KR ഹരി, രത്നചന്ദ്രൻ, PS ഷാഫി, KR രാജൻ, അരുൺലാൽ, KN സുപ്രഭ എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള.